വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കാണുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് 2 ബീഡ്സ് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഓരോരോ ബീഡ്സ് ആയിട്ട് തന്നെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ചെരിഞ്ഞ രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ 2 ബീഡ്സും വെച്ച് തുന്നി പിടിപ്പിക്കും. ഇവിടെ ഈ 2 ബീഡ്സിന് പകരം ഷുഗർ ബീഡ്സ് വെച്ചും ഈ ഒരു വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ട് ബീഡ്സുകൾ ഉണ്ടല്ലോ, ആ ബീഡ്സ് വെച്ചും ഈ ഒരു വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 5 ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിപ്പം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറച്ചും ഈ ഒരു വർക്ക് ചെയ്യാം. ഭാഗത്ത് ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ ഒരു ഫ്ലവർ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ഫ്ലവർ കിട്ടുക. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങിനനുസരിച്ചിരിക്കും ഫ്ലവറിന്റെ ഷേപ്പ്. അപ്പോൾ 1-2 ബീഡ്സ് വെച്ചോ അല്ലെങ്കിൽ ഒരുപാട് ബീഡ്സ് ഇതുപോലെ ഒരുമിച്ച് വെച്ചോ, ഏതാണ് ചെയ്യാനായിട്ട് എളുപ്പമെങ്കിൽ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു ഫ്ലവറിനെ തുന്നിയെടുക്കാം. സെന്ററിലായിട്ട് നമുക്കൊരു ഗോൾഡൻ്റെ ബീഡ്സ് തുന്നി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് വെച്ച് ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഫ്ലവറിൻ്റെ മിഡിലായിട്ടാണ് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അതിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അപ്പോൾ ഒരല്പം വലിപ്പം കുറച്ച് വേണം ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ. ഇനി നിങ്ങൾ ചെയ്യുന്ന ഫ്ലവറിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ഇവിടെ 3 ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കൂട്ടി നമുക്ക് 5 എണ്ണമാക്കാം. അത് നമ്മുടെ ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് ഏത് കളറാണോ മാച്ചെങ്കിൽ ആ ഒരു കളർ വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വർക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഐഡിയാസുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.